MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല, സ്വാഭാവികമായിട്ടുള്ള. അപ്പോൾ ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്, അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം. എന്തായാലും ഈ ഒരു മന്ത്രിയുടെ പ്രസ്താവന എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മന്ത്രിയുടെ നാവുകൊണ്ട് തന്നെ ഈ ഡോക്ടറെ പ്രശംസിച്ചതാണ് തുടക്കത്തിൽ. അതേ നാവുകൊണ്ട് ഇന്ന് ഡോക്ടറെ കള്ളനാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വന്തം കഴിവുകേടിനെ മറച്ചു വെക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ മുന്നേ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച മേഖലയാണ് ആരോഗ്യമേഖല. കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോണം, കഴിവുള്ളവർ വരും. അല്ലാതെ അവനവന്റെ തെറ്റിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടറെ പോലത്തെ ഡോക്ടർമാര് വിരലിലുള്ളാവുന്ന ഡോക്ടർമാരെ ഇന്ന് കേരളത്തിൽ ഉണ്ടാവും. കാരണം അഴിമതിയില്ല, പാവപ്പെട്ടവനെ അതിന്റെ രീതിയിൽ പരിഗണിക്കുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറുടെ ഗതികേട് കൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ പോസ്റ്റ് ഇട്ടതും, അല്ലാതെ സർക്കാരിനെ കുറ്റം പറയാനോ ഒന്നിനും ആയിരുന്നില്ല. ആ മേഖല മെച്ചപ്പെടാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. എന്നിട്ട് അതിന്റെ പേരിൽ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രി പരാതിപ്പെട്ട ഡോക്ടറെ കള്ളനാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു അടവുണ്ടല്ലോ, ഈ രാഷ്ട്രീയ കുതന്ത്രം, അത് മഹാമോശം.